ഹായ് എവ്രിവൺ, ലേൺ സിമാറ്റിക്സിന്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഇംഗ്ലീഷിലെ വൊക്കാബുലറി സെക്ഷനിൽ വരുന്ന ഫോറിൻ വേർഡ്സ് എന്ന് പറയുന്ന ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ഫസ്റ്റ് വേർഡ് ആണ് പ്രൈമ ഫാഷ്യ. പ്രൈമ ഫാഷ്യ ഓൺ ദ ഫസ്റ്റ് ഇംപ്രഷൻ അല്ലെങ്കിൽ നമ്മൾ അറ്റ് ഫസ്റ്റ് വ്യൂ എന്നൊക്കെ പറയുന്നതാണ് പ്രൈമ ഫാഷ്യ എന്ന് പറയുന്ന ഫോറിൻ വേർഡിന്റെ മീനിങ്. ഓക്കെ, അപ്പൊ ഇവിടെ പ്രൈമ ഫേഷ്യ എന്ന് പറയുമ്പോൾ ഒരാളെ നമ്മൾ ആദ്യമായിട്ട് കാണുമ്പോൾ അയാളുടെ ഫേസ് കാണുക, അങ്ങനെ ഓർക്കുക കേട്ടോ. പ്രൈമ ആദ്യമായിട്ട് ഒരാളുടെ ഫേസ് കാണുമ്പോൾ നമുക്ക് ആ ഒരു രീതിയിൽ ആലോചിക്കാം. അപ്പൊ ഓൺ ദ ഫസ്റ്റ് ഇംപ്രഷൻ ആദ്യമായിട്ട് ഒരാളുടെ മുഖം കാണുമ്പോൾ നമുക്ക് തോന്നുന്ന ഇംപ്രഷൻ അങ്ങനെ ആലോചിക്കാം കേട്ടോ. പ്രൈമ ഫേഷ്യ ഓൺ ദ ഫസ്റ്റ് ഇംപ്രഷൻ. ഓക്കെ, നെക്സ്റ്റ് വൺ നോട്ട ബെനെ. നോട്ട ബെനെ. ഓക്കെ, നോട്ട ബെന എന്ന് പറയുന്നത് ടേക്ക് സ്പെഷ്യൽ നോട്ടീസ്. നമ്മൾ എപ്പോഴും പഠിക്കുന്ന സമയത്തൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് വന്നാൽ അതിന്റെ സൈഡിൽ ഇങ്ങനെ NB എന്ന് നോട്ട് ചെയ്തിടാറുണ്ട് അല്ലെ. അപ്പൊ അതാണ് ഈ നോട്ട ബെന എന്ന് പറയുന്നത്. ഓക്കെ, NB എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ടേക്ക് സ്പെഷ്യൽ നോട്ടീസ് നമ്മൾ പെട്ടെന്ന് ശ്രദ്ധിക്കാൻ വേണ്ടിയൊക്കെയാണ് നമ്മൾ അങ്ങനെ എഴുതിയിടുന്നത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കിന്റെ ഒക്കെ എടുത്ത് NB. അപ്പൊ അങ്ങനെ ആലോചിക്കുക കേട്ടോ. അപ്പൊ നമ്മൾ പണ്ട് പഠിക്കുന്ന സമയത്തൊക്കെ ടെക്സ്റ്റ് ബുക്കിലോ നോട്ട് ബുക്കിലൊക്കെ നമ്മൾ NB എന്ന് നോട്ട് ചെയ്യാറുണ്ട്. അപ്പൊ അതാണ് നോട്ട പെന, ടേക്ക് സ്പെഷ്യൽ നോട്ടീസ്. ഓക്കെ, നെക്സ്റ്റ് വൺ നമ്മുടെ എക്സെട്ര, ETC. അപ്പൊ നമ്മളെപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു വാക്കാണ് അത്, പക്ഷെ അതിന്റെ ഫുൾ ഫോം പലർക്കും അറിയുന്നില്ല. എക്സെട്ര, അത് എറ്റ്സെട്ര എന്നാണ്. ഓക്കെ, എക്സെട്ര എന്ന് നമ്മൾ പറഞ്ഞാലും ശരിക്കും എഴുതുമ്പോൾ എറ്റ്സെട്ര എന്നാണ് കേട്ടോ. അപ്പൊ ETC അല്ലേ, അപ്പൊ ET ആണ് ആദ്യം ഒന്ന് ആലോചിക്കാം കേട്ടോ. അപ്പൊ എറ്റ്സെട്ര. ഓക്കെ, അതാണ് ETC, എക്സെട്ര എന്നുള്ള ആ ഒരു വാക്ക്. ഓക്കെ, നെക്സ്റ്റ് വൺ നമ്മുടെ എക്സാമ്പിൾ എന്നുള്ളത് നമ്മൾ EG എന്ന് എഴുതാറുണ്ട്. അപ്പം ഇതിന്റെ ഫുൾ ഫോം ശരിക്കും എക്സംപ്ലി ഗ്രാഷ്യ എന്നാണ് കേട്ടോ. അത് പഠിച്ചു വെക്കാം. EG എന്ന് പറയുന്നത് എക്സംപ്ലി ഗ്രാഷ്യ. ഓക്കെ, നെക്സ്റ്റ് വൺ ബൊനാഫൈഡ്. ബൊനാഫൈഡ് എന്ന് പറയുന്നത് ജെന്വിൻ അഥവാ ഇൻ ഗുഡ് ഫെയ്ത്ത് എന്നൊക്കെ നമ്മൾ പറയാം. അതിനാണ് ബൊനാഫൈഡ് എന്ന് പറയുന്നത്. ഓക്കെ, കാർപെജിയം. കാർപെജിയം എന്ന് പറയുന്ന മേക്ക് ദ മോസ്റ്റ് ഓഫ് ദ പ്രസന്റ് ടൈം. അതായത് ഒരുപാട് നമ്മൾ ഫ്യൂച്ചറിനെയൊക്കെ ഓർത്ത് വേവലാതിപ്പെടാതെ ഇപ്പൊ ഉള്ള സമയം നമ്മൾ നല്ലവണ്ണം നല്ല രീതിക്ക് ഉപയോഗിച്ച് അത് എൻജോയ് ചെയ്യുക, അതിന്റെ ഒരു പ്ലഷർ നമ്മൾ കീപ്പ് ചെയ്യുക. അതാണ് കാർപെ ഡിയം. കാർപെ ഡിയം. ഓക്കെ, കാർപെ ഡിയം. നെക്സ്റ്റ് വൺ അബ് ഇനീഷ്യോ. അത് നമുക്ക് ആ വാക്കിൽ നിന്ന് തന്നെ പഠിച്ചെടുക്കാവുന്നുള്ളൂ. ഇനീഷ്യൽ, ആദ്യത്തെ അല്ലെങ്കിൽ ഫസ്റ്റ് എന്നൊക്കെ പറയുന്നത്, അപ്പൊ തുടക്കത്തിലും. അപ്പൊ അബ് ഇനീഷ്യോ, ഫ്രം ദ ബിഗിനിങ്. ഓക്കെ, ആഡ്ഹോക്ക്. ആഡ്ഹോക്ക്. ആഡ്ഹോക്ക് എന്ന് പറയുന്നത് ഫോർ എ സ്പെഷ്യൽ പർപ്പസ്. നമ്മൾ ആഡ്ഹോക്ക് കമ്മിറ്റി എന്നൊക്കെ പഠിച്ചിട്ടില്ലേ. ആഡ്ഹോക്ക് അതായത് ഒരു സ്പെഷ്യൽ റീസണിന് വേണ്ടി അല്ലെങ്കിൽ ഫോർ എ സ്പെഷ്യൽ പർപ്പസ്. ഓക്കെ, പഠിച്ചു വെക്കുക ആഡ്ഹോക്ക്. നെക്സ്റ്റ് മാഗ്നം ഓപ്പസ്. മാഗ്നം ഓപ്പസ്. നമ്മളിപ്പോ എന്തെങ്കിലും ഒരു കാര്യം നന്നായി കഴിഞ്ഞാൽ നല്ലതാണെന്നൊക്കെ പറയാം, നമ്മൾ മാഗ്നിഫിഷ്യന്റ് എന്നൊക്കെ പറയില്ലേ, അത് ഓർക്കാം. അപ്പൊ മാഗ്നം ഓപ്പസ് എന്ന് പറയുന്നത് എ ഗ്രേറ്റ് വർക്ക് കേട്ടോ. ആ രീതിയിൽ ഓർത്തു വെക്കും. നെക്സ്റ്റ് വൈവ വോഷെ. വൈവ വോഷെ എന്ന് പറയുമ്പോൾ നമുക്കറിയാം വൈവ, നമ്മള് വൈവയ്ക്കൊക്കെ പോവാന്നൊക്കെ പറയാറുണ്ട്. അപ്പൊ വൈവ വോഷെ എന്ന് പറഞ്ഞാൽ ഓറൽ ആയിട്ടുള്ള എന്നാണ് മീനിങ് വരുന്നത് കേട്ടോ. അപ്പൊ പ്രൈമ ഫേഷ്യ, നോട്ടാബെന, എക്സെട്ര, EG എക്സംപ്ലി ഗ്രാഷ്യ, ബൊനാഫൈഡ് ജെന്വിൻ, കാർപെഡിയം. കാർപെഡിയം ഇപ്പൊ ഉള്ളത് ആസ്വദിക്കുക കേട്ടോ. മേക്ക് ദ മോസ്റ്റ് ഓഫ് ദ പ്രസന്റ് ടൈം. കാർപെഡിയം. അബ് ഇനീഷ്യോ, ആഡ്ഹോക്ക്, മാഗ്നം ഓപ്പസ്, വൈവ വോഷെ. ഓക്കെ, അപ്പൊ ഇത്രയും പഠിക്കാം. നെക്സ്റ്റ് സെറ്റ് നോക്കാം. മോഡസ് ഓപ്പറാൻഡി. ഇത് നമ്മൾ കേട്ടിട്ടുള്ള വാക്കായിരിക്കും. മോഡസ് ഓപ്പറാൻഡി. മോഡ് ഓഫ് ഓപ്പറേഷൻ എന്ന് ഓർത്താൽ മതി കേട്ടോ. അതാണ് മോഡസ് ഓപ്പറാൻഡി. ഓക്കെ, മെത്തേഡ് ഓഫ് ഡൂയിങ് സംതിങ്. ഇപ്പൊ നമ്മൾ എന്താ നിന്റെ പരിപാടി, എന്താ നിന്റെ പ്ലാൻ, ഇനിയിപ്പോ നമ്മൾ ഇത് എങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത്, ആ ഒരു മോഡ് ഓഫ് ഓപ്പറേഷൻ എന്നുള്ള രീതിയിൽ ഓർത്തു വെക്കാം കേട്ടോ. മോഡസ് ഓപ്പറാൻഡി, മെത്തേഡ് ഓഫ് ഡൂയിങ് സംതിങ്. ഓക്കെ, നെക്സ്റ്റ് ഡിഫാക്റ്റോ. അത് നമുക്ക് വാക്കിൽ തന്നെ പഠിക്കാവുന്നേ ഉള്ളൂ. ഡിഫാക്റ്റോ, ഇൻഫാക്ട്. ഓക്കെ, നെക്സ്റ്റ് വൺ സിനെഡിയെ. സിനെഡിയെ വിത്തൗട്ട് അറേഞ്ചിങ് എ ഫ്യൂച്ചർ ഡേറ്റ്. അതായത് ഇതൊക്കെ നമ്മൾ ലീഗൽ ആയിട്ടുള്ള ഒരു ടേം ആണ് സിനെഡിയെ എന്ന് പറയുന്നത്. അതായത് ഇപ്പൊ നമ്മളൊരു കേസൊക്കെ അഡ്ജോൺ ചെയ്യുമ്പോൾ ഒരു
അടുത്തൊരു ഡേറ്റ് കൊടുക്കാതെ അത് അവസാനിക്കുക, അതായത് വിത്തൗട്ട് അറേഞ്ചിങ് എ ഫ്യൂച്ചർ ഡേറ്റ് ആ കേസ് അഡ്ജേൺ ചെയ്യുക, അതിനാണ് നമ്മൾ സിനെ ഡി എന്ന് പറയുന്നത്. ഓക്കെ, അതൊരു ലീഗൽ ടേം ആണ് വിത്തൗട്ട് അറേഞ്ചിങ് എ ഫ്യൂച്ചർ ഡേറ്റ്. നെക്സ്റ്റ് ബോൺ വോയാഷ്. ബോൺ വോയാഷ് എന്ന് പറയുന്നത് ടു എക്സ്പ്രസ് ഗുഡ് വിഷസ്. അപ്പൊ നമ്മൾ വോയേജ് ഒക്കെ പഠിച്ചിട്ടുണ്ടല്ലേ, ആ രീതിയിൽ ആലോചിക്കും. അപ്പൊ നമ്മൾ വോയേജ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ ഷിപ്പില് കടലിലേക്ക് കൂടെ ഇങ്ങനെ യാത്ര പോവാന്ന് വിചാരിക്കുക. അപ്പൊ നമ്മൾ പോകുമ്പോ എന്താ പറയാ, നമ്മൾ ഗുഡ് വിഷ് ചെയ്യും, നന്നായിട്ട് പോയിട്ട് വരും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ വിഷസ് കൊടുക്കും, ആ രീതിയിൽ ഓർക്കാം. ബോൺ വോയാഷ് എന്ന് പറയുന്നത് ടു എക്സ്പ്രസ് ഗുഡ് വിഷസ്. ഓക്കെ, നെക്സ്റ്റ് വൈസ് വേഴ്സ. വൈസ് വേഴ്സ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു ടേം ആണ്. വൈസ് വേഴ്സ എന്ന് പറഞ്ഞാൽ എന്താ, അതർ വേ അറൗണ്ട്. ഓക്കെ, അപ്പൊ നമ്മളൊരു കാര്യം പറഞ്ഞിട്ട് വൈസ് വേഴ്സ എന്ന് പറഞ്ഞാൽ അതിന്റെ ആദ്യം ഇങ്ങോട്ടും അങ്ങോട്ടും രണ്ട് വഴിയും അല്ലെങ്കിൽ ഓപ്പോസിറ്റ് അങ്ങനെയൊക്കെ പറയും. അപ്പൊ വൈസ് വേഴ്സ എന്ന് പറയുമ്പോൾ ദ അതർ വേ റൗണ്ട്. ഓക്കെ, നെക്സ്റ്റ് സ്റ്റാറ്റസ് ക്വോ. സ്റ്റാറ്റസ് ക്വോ എന്ന് പറയുന്നത് ദ എക്സിസ്റ്റിംഗ് സ്റ്റേറ്റ്. നമുക്കറിയാം സ്റ്റാറ്റസ് ഇടുക, നമ്മൾ സ്റ്റാറ്റസ് ഒക്കെ ഇടാറില്ലേ. അപ്പൊ ഇപ്പൊ എന്താണ് അവസ്ഥ, അതാണ് സ്റ്റാറ്റസ് ക്വോ കേട്ടോ, ദ എക്സിസ്റ്റിംഗ് സ്റ്റേറ്റ്. നെക്സ്റ്റ് വിസ് ആവിസ്. വിസ് ആവിസ് എന്ന് പറയുന്നത് ഇൻ റിലേഷൻ ടു അല്ലെങ്കിൽ ഫേസ് ടു ഫേസ്, രണ്ട് രീതിയിൽ പറയാം. അപ്പൊ നമ്മൾ എപ്പോഴും ബുക്സിലോ ടെക്സ്റ്റ് ബുക്സിലോ ഒക്കെ വായിക്കുമ്പോൾ കണ്ടിട്ടുള്ള ഒരു ടേം ആയിരിക്കും ഈ വിസ് ആവിസ് എന്ന് പറയുന്ന ടേം കേട്ടോ. അപ്പൊ അത് ഇതിനോടനുബന്ധിച്ച് ഇൻ റിലേഷൻ ടു എന്നും പറയാം, അല്ലെങ്കിൽ നമ്മൾ ഫേസ് ടു ഫേസ് ഒരാള് മുഖാമുഖം വന്നാൽ നമുക്ക് ഈ വിസ് ആവിസ് എന്നുള്ളൊരു ടേം ആ രീതിയിലും ഉപയോഗിക്കാം കേട്ടോ. നെക്സ്റ്റ് ടേം ആണ് ഓൺ മാസ്. ഓൺ മാസ്, ഈ എന്നുള്ളത് ഓൺ മാസ് ഓൺ എന്നുള്ള രീതിയിലാണ് വായിക്കുന്നത് കേട്ടോ. അപ്പൊ ഓൺ മാസ് എന്ന് പറയുന്നത് ഓൾ ടുഗെദർ, ഒരു ഗ്രൂപ്പായിട്ട് എല്ലാവരും കൂടെ ഓൾ ടുഗെദർ കേട്ടോ. അപ്പൊ ഒരു മാസ് എന്നൊക്കെ പറയുന്ന ഒരു കൂട്ടത്തിനല്ല, ഒരു ക്രൗഡിനൊക്കെ നമ്മൾ മാസ് എന്ന് പറയില്ലേ, അപ്പൊ ആ രീതിയിൽ ഓർക്കാം കേട്ടോ. ഓൺ മാസ് എന്ന് പറയുന്നത് ഓൾ ടുഗെദർ. ഓക്കെ, നെക്സ്റ്റ് വോക്സ് പോപ്പുലേ. അത് നമുക്ക് ലിങ്ക് ചെയ്ത് പഠിക്കാം. പോപ്പുലേഷൻ, ഒരുപാട് പേരുടെ ആ രീതിയിൽ ആലോചിക്കാം. അപ്പൊ വോക്സ് പോപ്പുലേ എന്ന് പറയുന്നത് ദ ഒപ്പീനിയൻസ് ഓഫ് മെജോറിറ്റി, ഒരുപാട് പേരുടെ ഒപ്പീനിയൻ കേട്ടോ. അപ്പൊ മോസ്റ്റ്ലി ആൾക്കാർക്കുള്ള ഒരു ഒപ്പീനിയൻ, മെജോറിറ്റിയുടെ ഒപ്പീനിയൻ, അതാണ് വോക്സ് പോപ്പുലേ. പോപ്പുലേഷൻ കൂടുതൽ ആ രീതിയിൽ ആലോചിക്കാം. ഓക്കെ, നെക്സ്റ്റ് ആണ് ക്യൂവേവ്. ക്യൂവേവ് എന്ന് പറയുന്നത് അലേർട്ട് ആവുക അല്ലെങ്കിൽ ലുക്ക് ഔട്ട്. അപ്പൊ നമ്മൾ ഡേഞ്ചറിനൊക്കെ നമ്മൾ കുറച്ചും കൂടെ കരുതലോടെ ഇരിക്കുക, ആ ഒരു രീതിയിൽ അർത്ഥം വരുന്നതാണ് ക്യൂവേവ്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. മോഡസ് ഓപ്പറാൻഡി, de facto, പിന്നെന്താണ് നമ്മുടെ സിനെ ഡിയെ, ബോൺ വോയാഷ്, വൈസ് വേഴ്സ, സ്റ്റാറ്റസ് ക്വോ, വിസ് ആവിസ്, പിന്നെ ഓൺ മാസ്, വോക്സ് പോപ്പുലേ, ക്യൂവേവ്. ഓക്കെ, അപ്പൊ ഇത്രയും ഒരു സെറ്റ് നല്ലവണ്ണം നോട്ടൊക്കെ പ്രിപ്പയർ ചെയ്തിട്ട് പഠിക്കാം. നിങ്ങൾക്ക് ക്ലാസ്സസ് എല്ലാം ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഇതേപോലത്തെ ക്ലാസ്സസ് കിട്ടാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. നിങ്ങളുടെ ഫീഡ്ബാക്സ് എല്ലാം കമന്റ്സിൽ അറിയിക്കുക. അപ്പൊ നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ കാണാം. ഓക്കെ, ബൈ, താങ്ക് യു.